ഫ്രണ്ട്സ്, ഇത് നമ്മുടെ നൈറ്റിലൊരു വ്ളോഗാണ് കേട്ടോ. രാത്രിക്ക് ചിക്കനും ചപ്പാത്തിയും ഉണ്ടാക്കാന്ന് വിചാരിച്ചത്. നമ്മൾ എപ്പോഴും ചിക്കൻ വെക്കണ പോലെ ചിക്കൻ വെക്കാന്നാണ് വിചാരിച്ചത്. അപ്പൊ ഒന്ന് മാറ്റി പിടിക്കാന്ന് വിചാരിച്ചു. നമ്മളിന്ന് ഗ്രീൻ പെപ്പർ ചിക്കൻ ഉണ്ടാക്കാന്ന് വിചാരിച്ചു കേട്ടോ. അപ്പൊ അതിലേക്ക് മുന്നേ ഞാൻ വീഡിയോ എടുത്തപ്പോൾ വീഡിയോ ഓൺ ആയി എന്ന് ഞാൻ വിചാരിച്ചു. വീഡിയോ ഓൺ ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ചിക്കനിലേക്ക് ഞാൻ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മസാല അല്ല, ചിക്കനിലേക്ക് തൈരും മഞ്ഞപ്പൊടിയും ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ഉപ്പും കൂടെ തേച്ച് പുരട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് അതിൽ പെട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്രയാണ് കേട്ടോ: തൈര്, ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടെ ഒന്ന് പുരട്ടി വെച്ചിട്ടുണ്ട്. അതൊരു കുറച്ച് നേരം, ഒരു അരമണിക്കൂർ ഇരിക്കട്ടെ. ഇനി അതിലേക്ക് വേറൊരു അരപ്പ് ഉണ്ടാക്കാം നമുക്ക്. അത് റെഡിയാക്കാം. അപ്പം അതിനകത്തേക്ക് കുറച്ചധികം ഒരു പിടി മല്ലിച്ചപ്പ്, പിന്നെ ഒരു പിടി പുതിന, പിന്നെ അതിലേക്ക് എന്ത് വേണം, പച്ചമുളക് വേണം കേട്ടോ. അത് ഇപ്പം ഞാൻ എടുക്കണില്ല, അതൊന്നും അരക്കട്ടെ. അരച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അത് ഇടാം കേട്ടോ. അപ്പം അത് അരഞ്ഞിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ പെപ്പറും പച്ചമുളകിൻ്റെയും എരിവും മാത്രമേ വരുള്ളൂ. അപ്പം അതിന് നമ്മുടെ എരിവിനനുസരിച്ചുള്ള പച്ചമുളക് കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. അരയ്ക്കാം. അപ്പൊ നമ്മൾ പാത്രം വെച്ചിട്ടുണ്ട്. ഇനി എണ്ണ ഒഴിക്കണം. എണ്ണ ചൂടായാൽ നമുക്ക് ഈ വെല്ലുവിളിയൊക്കെ സവോളൊക്കെ വറുത്ത് കോരിയിട്ട് മാറ്റി വെക്കണം. ആ പണി കഴിയുമ്പോഴേക്കും നമ്മുടെ ചിക്കൻ മാഗ്നേറ്റ് ചെയ്തത് അങ്ങനെ ഇരിക്കട്ടെ. കുറച്ച് നേരം കൂടെ റെസ്റ്റ് ചെയ്യാൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്രയും നല്ലതാണ്. പിന്നെ നമ്മൾ അരപ്പ് ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് വറുത്ത് കോരിയിട്ട് നമുക്ക് അതുകൂടെ ചെയ്യാം. അത് വറുത്ത് കോരാനുള്ള പാകത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇതൊരു 2 വലിയ സവോളയാവും കേട്ടോ. 3 അല്ല, 2 ഉള്ളൂ. എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട്. ഇനി സവോള ചേർക്കാം കേട്ടോ. ഒരു 2 ട്രിപ്പായിട്ട് നമുക്ക് വറുത്ത് പോരാം, അല്ലെങ്കിൽ അത് പെട്ടെന്ന് ആയി കിട്ടില്ല. അതാവാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇതൊന്ന് മൂത്ത് വരട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു ട്രിപ്പ് നമുക്ക് വറുത്ത് കോരിയെടുത്തു കേട്ടോ. ഇതാ ഇത്രയും മതി. ഇനി ഒറ്റ ട്രിപ്പും കൂടെ ഉണ്ട്, അതും കൂടെ സെറ്റാക്കിയിട്ട് നമുക്ക് ബാക്കി പരിപാടിക്ക് കിടക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഈ അരച്ച് വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അരപ്പ് ചേർത്തു. ഇതിലേക്ക് കുറച്ച് സവാള നമ്മൾ പൊരിച്ചെടുത്തില്ലേ, അതും കൂടെ ഇട്ടിട്ട് മിക്സ് ചെയ്യാം. നല്ലോണം മിക്സ് ചെയ്തിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിവിടെ ഇരിക്കട്ടെ. ഓക്കെ, ഒരു 2 ഏലക്ക, ഒരു കുഞ്ഞ് പട്ട, ഒരു 2-3 ഗ്രാമ്പു ഇതുകൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് പൊട്ടി വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി നല്ലൊന്ന് മൂത്ത് വരട്ടെ കേട്ടോ. ഒന്നിങ്ങോട്ട് മൂത്ത് വരുമ്പോൾ നമുക്ക് നമ്മുടെ ചിക്കൻ ഓരോ പീസോളം അതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഓക്കെ, മൂത്തിട്ടുണ്ട്. ഇട്ട് കൊടുക്കണേ. ഇങ്ങനെ പെറുക്കി ഇട്ട് കൊടുക്കാം. ഇത് നല്ല ഹൈ സിമ്മിൽ വെച്ചിട്ട് ചെയ്യണേ. ഇതിട്ട് കൊടുത്തിട്ട് ഒന്നങ്ങോട്ട് ഇരിക്കട്ടെ. ഇതിൻ്റെ മേലെ കൂടെ നമ്മൾ ഈ ബാക്കിയുള്ള മസാലയും കൂടെ കാണുന്നുണ്ടോ, അരപ്പും കൂടെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. മൊത്തം അരപ്പും എടുത്തിട്ട് അതിൻ്റെ മേലെ കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് അങ്ങനെ ഇരിക്കട്ടെ.
ഇതൊന്ന് മെല്ലെ ഇളക്കി കൊടുക്കുക കേട്ടോ. മൊത്തം ഒന്ന് മിക്സ് ചെയ്തിട്ട് ആ എണ്ണയിൽ മസാലയൊക്കെ ഒന്നുകൂടി ചേർന്ന രീതിയിൽ ഇളക്കി കൊടുക്കണം. ഇതിൽ പച്ചക്കുരുമുളക് ചേർക്കാൻ കിട്ടിയിരുന്നെങ്കിൽ അടിപൊളിയാണ്. പക്ഷെ നമ്മുടെ കയ്യിൽ പച്ചക്കുരുമുളകില്ല, അപ്പോൾ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. പച്ചമുളകിൻ്റെയും കുരുമുളകിൻ്റെയും എരിവ് മാത്രമേ ഇതിനകത്ത് ഉണ്ടാവുള്ളൂ. അതും അപ്പോൾ നമ്മുടെ എരിവിനനുസരിച്ചിട്ട് അത് കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇതൊന്നാവട്ടെ കേട്ടോ. ഒരു 5 മിനിറ്റോളം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് സിമ്മാക്കി കൊടുത്തിട്ട് അത് ചിക്കൻ വേവണ വരെ നമുക്കിങ്ങനെ ഇളക്കി കൊടുത്തിട്ട് വേവിക്കാം. അതുവരെ നമ്മൾ ഒന്നതിനെ വേവാൻ വേണ്ടിയിട്ട് ഒന്ന് വേണം. ആകുമ്പോഴേക്കും നമുക്ക് ചപ്പാത്തി ചുട്ടെടുക്കാം കേട്ടോ. പാക്കറ്റ് ചപ്പാത്തിയാണ്, ഞങ്ങൾക്ക് 3 ആൾക്കും മതി. അപ്പോൾ ഇത് ചുട്ടിട്ട് അതാകുമ്പോഴേക്കും ചപ്പാത്തി ചുട്ടെടുത്താൽ പെട്ടെന്ന് നമുക്ക് കഴിക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ചുകൂടെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. ഇനി ഗരം മസാല 1 ടീസ്പൂൺ ഗരം മസാലയോടെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. ഇനി ഇതൊന്ന് സിമ്മിൽ അടച്ച് വെക്കാം നമുക്ക്. ചപ്പാത്തി ചൂടാട്ടോ. അപ്പോഴേക്കും ഇത് സിമ്പിളാക്കി കൊടുത്തിട്ടുണ്ട്. ചിക്കൻ വേവട്ടെ. 2 സാധനം കൂടെ ചേർത്ത് കൊടുക്കാണ്ട് ലാസ്റ്റിലേക്ക് അല്ല, ഒരു 3/4 ആകുമ്പോഴേക്കും, വേവ് 3/4 ഭാഗം ആകുമ്പോഴേക്കും കേട്ടോ. ചപ്പാത്തി പരത്തും കൂടെ ചെയ്യുകയാണെങ്കിൽ ഇന്നിപ്പോൾ വട്ടായിരുന്നു. ഇതാകുമ്പോൾ പിന്നെ ഈസി ആയിട്ട് നമുക്ക് ചുട്ടെടുത്താൽ മതിയല്ലോ. കുഴയ്ക്കും പരത്തൊന്നും വേണ്ട. അപ്പോൾ ഇത് ചുട്ടെടുക്കട്ടെ കേട്ടോ, എന്നിട്ട് കാണിക്കാം. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ബാക്കി വരുന്ന മൂപ്പിച്ച സവാളയും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ ഇട്ട് കൊടുക്കാനുള്ള കുരുമുളക് പൊടി, ഇട്ട് കൊടുത്തു കേട്ടോ. ഞാൻ അത്യാവശ്യത്തിൽ കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എരിവ് നമുക്ക് കൂടുതൽ വേണ്ടതുകൊണ്ട് എരിവിന് പാകം നോക്കിയിട്ട് ചെയ്താൽ മതി കേട്ടോ. ഇതൊന്ന് അടച്ചു വെച്ചിട്ട് സിമ്മിലിട്ട് കുറച്ച് നേരം കൂടെ വേവിച്ചെടുക്കുക. അത് വേവാനുള്ള ടൈം വരെ കേട്ടോ. നമ്മുടെ ഗ്രീൻ പെപ്പർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ചപ്പാത്തിക്ക് വേണ്ടതുകൊണ്ട് കുറച്ചൊരു ഗ്രേവി കുറുകിയ ടൈപ്പിലാണ് എടുത്തിട്ടുള്ളത്. നല്ലോണം പറ്റിച്ചിട്ടില്ല കേട്ടോ. ചപ്പാത്തി റെഡിയായി. ഇനി നമുക്ക് ഫുഡ് കഴിക്കാം. ഇനി ഈ പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. അപ്പോൾ ഫുഡൊക്കെ റെഡിയായി. ഇനി ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ കേട്ടോ. കഴിക്കാൻ വരും. ഇനി ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ കേട്ടോ. ചൂടുണ്ടാവും. ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുവരെ ടാറ്റാ ബൈ, സീ യു.